إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, റജബ് മാസവുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഈ ഒരു മാസത്തിന്റെ തുടക്ക സമയത്ത് ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. ശിർക്ക് വിദഅത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ ഈ ഒരു മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടതും അറിഞ്ഞതുമാണ്. അതിൽ ഓർമ്മപ്പെടുത്തിയ ഒന്നായിരുന്നു റജബ് 27 എന്നുള്ളത്. അത് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട ആ യാത്ര നടന്ന ദിവസമാണെന്നും അതിന്റെ പേരിൽ നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നതുമായ വിഷയങ്ങൾ, അത്തരം ഹദീസുകൾ മൗദൂആയ ഹദീസുകളാണെന്നും സ്ഥിരപ്പെട്ടതല്ല എന്നും അങ്ങനെ പ്രത്യേകമായ ഒരു ആരാധനാ കർമ്മം
റജബ് മാസവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നുമൊക്കെ പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ആ സംഭവം അത് 27 നടന്നത് എന്നുള്ളത് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടില്ല, സഹീഹായി നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കൽ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഇസ്രാ മിഅ്റാജ് ഈ രണ്ട് സംഭവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ 2 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51ാമത്തെ വയസ്സിലാണ് അത് സംഭവിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറെ മാധുര്യം നിറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ വിശ്വാസ രംഗത്ത് പ്രബോധനവുമായി ഇറങ്ങിയപ്പോഴുണ്ടായ പല ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പല വിഷയങ്ങളിലും സുരക്ഷിതത്വവും സംരക്ഷണവും നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകൾ. ഒന്ന് പ്രിയ പത്നി ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. അവരുടെ മരണം നടന്ന വർഷമായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസം സ്വീകരിച്ചില്ലെങ്കിലും പ്രവാചകൻ എല്ലാവിധ സംരക്ഷണവും നൽകിയ അബൂ ത്വാലിബിന്റെയും മരണം ആ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുഃഖവർഷം എന്നാണ് ആ വർഷത്തെ തന്നെ ചരിത്രത്തിൽ പറയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം പ്രയാസത്തിലിരിക്കുന്ന ആ സമയത്ത് ഒരു സമാധാനം എന്നോണം, ഒരു സന്തോഷം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒന്നായിരുന്നു ഇസ്രാ മിഅ്റാജ് യാത്ര എന്നുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുറാഖ് എന്ന ഒരു വാഹനത്തിൽ അയക്കുകയും മസ്ജിദുൽ ഹറാമിൽ നിന്നും, അതായത് കഅബയിൽ നിന്നും ഈജിപ്തിലെ ഫലസ്തീനിലുള്ള ആ മസ്ജിദുൽ അഖ്സയിലേക്ക്, ആ വിശുദ്ധമായ പള്ളിയിലേക്ക് ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു. അതാണ് ഇസ്രാ, ആരാപ്രയാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നും വാഹനമില്ലാതെ 7 ആകാശവും യാത്ര ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം യാത്ര ചെയ്തു. അതാണ് ആകാശാരോഹണം. മിഅ്റാജ് എന്ന ആ പേര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊരു ദിവസം കൊണ്ട് സംഭവിച്ച ഒരു വലിയ മുഅ്ജിസത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഈ ഒരു സംഭവം നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ സംഭവബഹുലമായിരുന്നു. നിഷേധികൾക്ക് അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു യാത്രയെ കളിയാക്കുവാനും, ഇങ്ങനെയൊന്നും സംഭവ്യമല്ല, ഇത് സംഭവിക്കുകയില്ല എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അവരൊരു ആയുധമാക്കി മാറ്റി. എന്നാൽ വിശ്വാസികൾക്ക് കൂടുതൽ കരുത്തും ഊർജവും ഈ സംഭവത്തിലൂടെ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാസംഭവത്തെ കുറിച്ച് പറയുന്നത് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലാണ്. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഈ ഒരു രാപ്രയാണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഇസ്രാ. അല്ലാഹു തആല പറയുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. എത്രയോ പരിശുദ്ധനാണ് അല്ലാഹു. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം നടത്തിച്ചവൻ. എങ്ങോട്ടേക്കാണ്? ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ച ആ പരിശുദ്ധവാനായ റബ്ബ്. എന്നിട്ട് പറയുകയാണ്, അല്ലദീ ബാറക്നാ ഹൗല. ഈ പറയപ്പെട്ട പ്രദേശങ്ങൾ, അതിന്റെ ചുറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. ലിനുരിയഹു മിൻ ആയാതിന. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു രാപ്രയാണം നടത്തിച്ചത്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ആയാത്തുകൾ, അതിനെ ഒന്ന് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുത്തുവാനും വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അൽ ബസീർ, എല്ലാം കാണുന്നവനാണ്. ആ ഒരു ആയത്തിലൂടെ ചില പാഠങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ
ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളുടെ വഴിദൂരമാണ് ഈ ഫിലസ്തീനിലേക്ക് മക്കയിൽ നിന്നും ഒരാൾ സഞ്ചരിക്കുമ്പോൾ പോകേണ്ടത്. മാസങ്ങളുടെ വഴിദൂരമാണ്. എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു യാത്ര ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ ദൃഷ്ടാന്തമായി നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കളുടെ പല ആരോപണങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പരാജയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഫലസ്തീനിൽ നിന്നും കച്ചവടത്തിന് ഇവിടെ നിന്നും പോയി തിരിച്ചു വരുന്ന ഒരു സംഘം, അവർ യാത്ര തിരിച്ചിട്ടുണ്ടാകും. അവരെവിടെ എത്തിയിട്ടുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും അവർ ഇന്ന സ്ഥലത്തെത്തിയെന്നും ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അവർ മക്കയിലേക്ക് തിരിച്ചെത്തുമെന്നും റസൂലുള്ള കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വരെ ചരിത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹാജരാക്കി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 35 സ്ഥലങ്ങളിൽ പറഞ്ഞു, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന് കഴിവുള്ളവരാണ്. നമ്മളുടെ കണ്ണിലോ നമ്മളുടെ ബുദ്ധിയിലോ നമ്മുടെ ചിന്തയിലോ നമുക്ക് പലതും പ്രതിബന്ധമാണെന്നും അസംഭവ്യമാണെന്നും തോന്നുന്നതൊന്നും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു കാര്യം ഉണ്ടാകാൻ പോലും അത് ഉണ്ടാകട്ടെ, കുൻ ഫയകൂൻ, ഒന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും എന്നുള്ളതാണ് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവ്. ആ കഴിവിനെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതാണ് അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ എന്നുള്ളത്. ഇത് ഒന്നാമതായി കൊണ്ട് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ഇസ്രാ മിഅ്റാജ് നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒന്ന് അല്ലാഹുവിന്റെ കഴിവാണ്, അവന്റെ മഹത്തായ ആ കഴിവിനെ നമ്മൾ അറിയലാണ്. രണ്ടാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം നടത്തിച്ച ആ റബ്ബ് അവൻ എത്രയോ പരിശുദ്ധനാണ് എന്നാണ് ആ ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തുള്ള സകല ജന്തു ജീവജാലങ്ങളും വസ്തുക്കളും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്നും തസ്ബീഹ് ചൊല്ലുന്നു എന്നും പരിശുദ്ധ ഖുർആനിലൂടെ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർളു വമൻ ഫീഹിൻ, 7 ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ളത് മുഴുവൻ അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ അഅലയിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഉന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നീ നാമത്തെ നീ വാഴ്ത്തുക, നീ പ്രകീർത്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅലയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, സദാസമയവും പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറയേണ്ട നാവുകളാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാതത്തിൽ പ്രകീർത്തനങ്ങൾ പഠിപ്പിച്ചു, ദുആകൾ പഠിപ്പിച്ചു, പ്രദോഷത്തിൽ പഠിപ്പിച്ചു. വീട്ടിലേക്ക് നമ്മളുടെ കിടക്കപ്പായയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് ആ കിടക്കപ്പായയിൽ തിരിച്ചു ചെന്ന് കിടന്ന് കണ്ണടയ്ക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദിക്റുകൾ പഠിപ്പിച്ചു, തസ്ബീഹുകൾ പഠിപ്പിച്ചു, തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഈ സംഭവത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂന്നാമതായി കൊണ്ട് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെന്നാണ്. നമ്മളെല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ് എന്ന ബോധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അവിടെ എടുത്തു പറഞ്ഞ ഒരു പദം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയ്ക്ക്, അല്ലാഹുവിന്റെ അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു രാപ്രയാണം ചെയ്യുവാനുള്ള അവസരം കൊടുത്തു എന്നുള്ളത്. അപ്പോ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതോറും മറ്റുള്ളവർക്കൊന്നും നൽകാത്ത ചിലതാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തത്.
അങ്ങനെ കൊടുക്കുമ്പോഴും മറക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. പലപ്പോഴും സമ്പത്ത് വന്ന് നിറയുമ്പോഴും സൗകര്യങ്ങൾ കൂടുമ്പോഴും മറ്റുള്ള അവസരങ്ങളിലേക്ക് എത്തുമ്പോഴും മനുഷ്യൻ മറന്നുപോകുന്നു ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണോ എന്ന്. അവൻ പ്രകീർത്തിക്കാൻ മറക്കുന്നു, ശുക്ർ ചെയ്യാൻ മറക്കുന്നു, നന്ദി പറയാൻ മറക്കുന്നു. പലപ്പോഴും വിശ്വാസികൾ അങ്ങനെ ഒന്നും ഉണ്ടായി കൂടാൻ പാടില്ല പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ അടിമകളാണെന്ന ബോധം ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഉന്നതമായ പദവിയിലെത്തിയപ്പോഴും പറഞ്ഞു, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ബിൻ മറിയം. ഈസാ നബി അലൈഹി സ്വലാമിനെ, മറിയമിന്റെ മകനെ നിങ്ങൾ വാഴ്ത്തിയതുപോലെ, അവർ അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത്, നിങ്ങൾ എന്നെ വല്ലാതെ പുകഴ്ത്തരുത്, അതിനു വിട്ടു പോകരുത്. നിശ്ചയമായും ഞാൻ അള്ളാഹുവിന്റെ അവന്റെ അടിമയാണ്. എന്റെ പേര് പറയുമ്പോഴും എന്നെ സ്മരിക്കുമ്പോഴും നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിന്റെ അവന്റെ അടിമയും അവന്റെ ദൂതനുമാണെന്ന് പ്രത്യേകം പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തി. അതുമാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ. നിങ്ങൾ ദീനിൽ അതിര് കടക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിപ്പിക്കപ്പെട്ടത് അതിരുവിട്ട കാരണത്താലായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അതിരുവിടൽ പാടില്ല. റസൂലുള്ളാഹിയെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്തിന് താഴെയുള്ള താബിഈകളും തബഉ താബിഈകളും റസൂലുള്ളാഹിയെ എങ്ങനെയാണ് പുകഴ്ത്തേണ്ടത് എന്നും എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നും ഏത് പദങ്ങളൊക്കെയാണ് റസൂലുള്ളാഹിയുടെ പേരിനോടൊപ്പം പ്രയോഗിക്കേണ്ടത് എന്നും എത്തരം സ്വലാത്തുകളാണ് റസൂലുള്ളാഹിക്ക് വേണ്ടി ചൊല്ലേണ്ടത് എന്നും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു. പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ അതല്ലാത്ത രൂപത്തിലോ റസൂലുള്ളാഹിയെ അമിതമായി പ്രകീർത്തിക്കുക. കല്യാണ സദസ്സുകളിലും ഏതെങ്കിലും മതപ്രഭാഷണങ്ങൾ ആരംഭിക്കുമ്പോൾ പോലും ചില മുർദകൾ, ചില ബൈത്തുകൾ അതിരുവിട്ട വരികളിലൂടെ പാടി പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള തടഞ്ഞതാണ്, വിരോധിച്ചതാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്ന് ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു അബദാണ്, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്, എനിക്ക് വഹി വരുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നാലാമതായി കൊണ്ട് ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സലാമിന്റെ പ്രാധാന്യമാണ്. ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പരസ്പരം മുസ്ലിമീങ്ങൾ കാണുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നതിന്റെ പ്രാധാന്യം മുൻകഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മിഅ്റാജിന്റെ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ആകാശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരെ കണ്ടുമുട്ടുമ്പോ അവരോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഒന്നാം ആകാശത്ത് ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടിയപ്പോൾ ഫസല്ലംതു അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ സലാം പറഞ്ഞു. ഫറദ്ദസ്സലാം, അപ്പോൾ ആദം നബി അലൈഹി സ്വലാം ആ സലാമിനെ മടക്കി. ثم قال مرحبا بابن الصالح والنبي الصالح, സ്വാഗതം പറയുകയാണ്. മർഹബൻ, ഏറ്റവും സാലിഹായ ഒരു മകനെന്ന നിലയിൽ വിളിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ദൂതൻ, ഏറ്റവും നല്ല മകൻ, ആ നല്ല ദൂതനായ നല്ല മകനായ അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നത് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അപ്പോ ദൂതൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ്, മകൻ എന്ന് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടുപേർക്കും സ്വാഗതം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഓരോ പ്രവാചകന്മാരെയും കണ്ടുമുട്ടുമ്പോ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറഞ്ഞുകൊണ്ടാണ് അങ്ങേക്ക് കയറിയത് എന്ന് കാണാൻ പറ്റും. അപ്പൊ സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വലിയ ബാധ്യതയാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഒരു ബാധ്യതയായി കൊണ്ട് തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. ഹഖ്ഖുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് സലാം പറയുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, അത് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു എളുപ്പ മാർഗവുമാണ് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശദീകരിക്കേണ്ട കാര്യമില്ല, അതിനെ സംബന്ധിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റൊരു വിഷയം,
ഈ ഇസ്രാ മിഅ്റാജ് യാത്രയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ സന്ദേശം പ്രമാണങ്ങളെ സംശയലേശമന്യേ സ്വീകരിക്കണം എന്നുള്ളതാണ്. പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടതാണെങ്കിൽ, അത് സ്വീകാര്യയോഗ്യമാണെങ്കിൽ, പിന്നെ നമ്മുടെ ബുദ്ധിക്കിട്ട് അളന്ന്, നമ്മുടെ ബുദ്ധിയിലിട്ട് അളന്ന് അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത്തരം ഹദീസുകളെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിൽ ഇന്ന് വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഇസ്രാ മിഅ്റാജ് സംഭവത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് വരെ പിന്നീട് വിളിക്കാനുണ്ടായ കാരണം പോലും ശത്രുക്കളൊക്കെ, ഖുറൈശികളൊക്കെ അബൂബക്കർ സിദ്ദീഖ് എന്നതിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടോ, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത്രേ, അതിനുശേഷം ആകാശയാത്ര നടത്തിയത്രേ, ഇനിയെങ്കിലും ഈ വാദങ്ങൾ ഉപേക്ഷിച്ചുകൂടെ, ഈ വിശ്വാസം നിനക്ക് മാറ്റിവെച്ചുകൂടെ എന്നൊക്കെ ആ ശത്രുക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പരിഹാസ രൂപത്തിൽ പറഞ്ഞപ്പോ അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ ശത്രുക്കൾ പറയുന്നത് എന്നിട്ടും നീ വിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നഅം, അതെ, ഇന്നി ലഉസദ്ദിഖുഹു ബിമാ ഹുവ അബ്അദു മിൻ ദാലിക ഉസദ്ദിഖുഹു ഫി ഖബരി السماء في غدوة أو روحة. അദ്ദേഹം പറയാണ്, ഞാൻ വിശ്വസിക്കും, ഞാൻ സത്യപ്പെടുത്തും എന്ന കാര്യം, അതിനേക്കാളും വലിയ കാര്യം എന്താണ്, ആകാശ ലോകത്തു നിന്നും ചില വാർത്തകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നു എന്ന ആ വഹീനെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ഈ ഇസ്രായേലിനെയും മിഅ്റാജിനെയും വിശ്വസിക്കുന്നതിൽ എനിക്ക് എന്ത് പ്രയാസമാണെന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് വരുന്ന വഹി ഞാൻ വിശ്വസിക്കുന്നില്ലേ, ആ ആയത്തുകളെ ഞാൻ ഉൾക്കൊള്ളുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത സത്യസന്ധനായ റസൂൽ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ എന്തു പ്രയാസം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യപ്പെടുത്തൽ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വിഷയം സ്മരിച്ച ശേഷം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത്തരം വാക്കുകൾ പറഞ്ഞ ആ അബൂബക്കറിന്റെ പിന്നീട് സിദ്ദീഖ് എന്ന് വിളിക്കപ്പെട്ടു എന്നാണ്, സത്യപ്പെടുത്തുന്നവൻ എന്ന് വിളിക്കപ്പെട്ടു. അപ്പോ പല ആളുകളും ഇന്ന് നമ്മുടെ ഇടയിൽ ഈ വിഷയത്തെ കേവലം ഒരു സ്വപ്നമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം അങ്ങനെയൊന്നും സംഭവ്യമല്ല. ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് പോകാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്, അത്തരം സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെ നടന്നു, അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് എവിടെ കേരളത്തിലുള്ള ഇതിനെയൊക്കെ ലാബോറട്ടറിയിലിട്ട് പരിശോധിക്കുന്ന ചില ആളുകളുണ്ട്. ഇവിടെ അവരുടെ ചില വാക്കുകളാണ്, ഇതൊന്നും യുക്തിക്ക് യോജിക്കുന്നില്ല, അത് സ്വപ്നത്തിലായിരിക്കുമെന്ന് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ അറിയപ്പെടുന്ന പണ്ഡിതന്മാരൊന്നും അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയിട്ടില്ല. അപ്പോ ഇതൊരു വലിയ ദൃഷ്ടാന്തമായി തന്നെ കൃത്യമായിട്ടും നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇനി സ്വപ്നമാണെങ്കിൽ അതിനെ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹുവിന് പറയേണ്ട കാര്യമുണ്ടോ? അതൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതൊരു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണെന്ന് ആ ആയത്തിലൂടെ പറഞ്ഞത്. സ്വപ്നത്തിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ പ്രിയമുള്ളവരെ? ഒരു ദൃഷ്ടാന്തമാണെന്ന് പറയേണ്ട കാര്യമല്ലോ. സ്വപ്നത്തിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് എവിടെല്ലാം എത്താം, എന്തെല്ലാം സഞ്ചാരങ്ങൾ നടത്താം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പോലും ചിന്തിക്കാൻ തയ്യാറാകാത്ത ചില ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ പലതിനെയും ബുദ്ധിയിലിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ച് പിന്നെ തൂക്കി നോക്കി പലതിനെയും നിഷേധിച്ച് തള്ളേണ്ടി വന്നു. സെഹർ യാഥാർത്ഥ്യമല്ലെന്ന് പറയേണ്ടി വന്നു, ജിന്ന് ബാധിക്കുകയില്ല എന്ന് പറയേണ്ടി വന്നു. പല രൂപത്തിലുമുള്ള വാദങ്ങൾ പറഞ്ഞു പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പല ആളുകളും മാറുന്നൊരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കൃത്യമായും പ്രമാണബദ്ധമായി പഠിച്ച് ജീവിതത്തിൽ അത്തരം ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരം കുറെ പാഠങ്ങളാണ് ഇത്തരം സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. الصلاة والسلام على أشرف الأنبياء والمرسلين
وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇസ്രാ മിഅ്റാജ് സംഭവത്തിന്റെ ആ ഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, നമസ്കാരത്തിന്റെ പ്രാധാന്യം ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ മേഖലയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കുന്നത് ഈ ഒരു യാത്രയിലൂടെയാണ്. അത് 50 വഖ്ത് നമസ്കാരമായിരുന്നു എന്നുള്ളതും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആവർത്തിച്ചുള്ള ആവശ്യപ്പെടൽ കാരണം പിന്നെയും അത് ലഘൂകരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ 5 വഖ്തുകളാക്കി നൽകി. പക്ഷേ ആ 5 വഖ്ത് 50 വഖ്ത് നമസ്കരിക്കുന്നതിന്റെ പുണ്യം അത് കുറച്ചിട്ടില്ല. പുണ്യത്തിൽ കുറവ് വരുത്തിയിട്ടില്ല, എണ്ണത്തിൽ കുറവ് വരുത്തി, വഖ്ത്തിൽ കുറവ് വരുത്തി. അതിനെ സംബന്ധിച്ച് നമുക്ക് കാണാം, യാ മുഹമ്മദ് ഇന്നഹുന്ന 5 സ്വലവാത്തിൻ കുല്ല യൗമിൻ വലൈലത്തിൻ. മുഹമ്മദ്, നിശ്ചയം അവ രാവിലും പകലിലുമായി കൊണ്ട് 5 നേരത്തെ നമസ്കാരമാണ്. ലികുല്ലി സ്വലാത്തിൻ അശ്റുൻ, ലികുല്ലി സ്വലാത്തിൻ അശ്റുൻ. എല്ലാ നമസ്കാരങ്ങൾക്കും 10 നന്മകളുണ്ട്, 10 പ്രതിഫലമുണ്ട്. ഫദാലിക 50 സ്വലാ. അങ്ങനെയാണെങ്കിൽ അത് 50 വഖ്താവും, അല്ലെങ്കിൽ 50 നിസ്കാരമാകുമെന്നാണ്. ഒരു നമസ്കാരത്തിന് 10 ഇരട്ടി കൂലിയാണ്. അങ്ങനെയാകുമ്പോൾ 5 വഖ്ത് നമസ്കാരം അത് 50 നിസ്കാരമായി മാറും. കൂലിയിൽ കുറവ് വരുത്തിയിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പലപ്പോഴും ഇത്രയും വലിയൊരു കൂലി നമുക്ക് നൽകാമെന്ന് പറഞ്ഞ ആ നമസ്കാരത്തിൽ നമ്മൾ മടിയന്മാരാകാൻ പാടുണ്ടോ? നമ്മൾ മടി കാണിക്കാൻ പാടുണ്ടോ? സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മളുടെ? എത്ര ആളുകൾ സുബഹി നമസ്കാരത്തിന് എഴുന്നേറ്റ് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കാറുണ്ട്? ഇശാ നമസ്കാരം നമ്മളിൽ എത്ര ആളുകൾ സമയവും സന്ദർഭവും ഒത്തുവന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? മറ്റുള്ള വഖ്തുകൾ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി സമയത്തെ ക്രമീകരിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട്? നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു വലിയ ആരാധനാകർമ്മം, ഒരു വലിയ ദൃഷ്ടാന്തത്തിലൂടെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. ഒരു വലിയ സംഭവത്തിലൂടെ. ബാക്കിയുള്ളതെല്ലാ വഹയും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് എല്ലാ വഹയും എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചതെങ്കിൽ നമസ്കാരം അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കിട്ടിയതാണ്. അങ്ങോട്ട് പോയി അവിടെ നിന്നും അള്ളാഹുവുമായി സംഭാഷണം നടത്തി അതിലൂടെ ലഭിച്ചതാണ് നമസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതും സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. അത് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. നമസ്കാരത്തിന്റെ വിഷയം റസൂലുള്ളാഹി അതിഗൗരവമായി പറഞ്ഞതാണ്, ഓർമ്മപ്പെടുത്തിയതാണ്. മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പോലും, അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പോലും റസൂലുള്ളാഹിയുടെ ചുണ്ടുകളിൽ നിന്നും ആ അധരങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന ശബ്ദത്തിൽ ഒന്ന് അസ്വലാത്ത് എന്നായിരുന്നു. അസ്വലാത്ത് എന്നായിരുന്നു. അത്രയ്ക്കും ഗൗരവം അതിനുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണപാഠങ്ങളും ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ യഥാർത്ഥമായ ശിർക്കുകളെയും ബിദ്അത്തുകളെയും ഒക്കെ മനസ്സിലാക്കി അതിനെയെല്ലാം ജീവിതത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞ് യഥാർത്ഥ സുന്നത്തിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ ഇന്ന് രാവിലെ നമ്മുടെ കൊല്ലത്തുള്ള, നമ്മുടെ അഞ്ചാലമ്മൂടുള്ള നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി കൃത്യമായി പങ്കെടുക്കുന്ന ഒരു സഹോദരന് വളരെ അടിയന്തരമായ ചില പ്രയാസങ്ങൾ കാരണം അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ്, ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ശമനത്തിനു വേണ്ടി, ആശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല സഹോദരങ്ങളും സഹോദരിമാരും ദുആ ചെയ്യുവാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ചും ആ സഹോദരനും മറ്റു സഹോദരങ്ങൾക്കുമൊക്കെ അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിപൂർണമായ സൗഖ്യവും ആരോഗ്യവും അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സാമ്പത്തികമായ മേഖലകളിൽ പലപ്പോഴും കടങ്ങൾ കൊണ്ട് വലിയുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവിധത്തിലുമുള്ള ഖൈറും ബർക്കത്തും നമ്മുടെ ഉപജീവനങ്ങളിലും സമ്പത്തിലും കുടുംബത്തിലും ഇണകളിലും
മക്കളിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ പലവിധ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് നീ പരിശുദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തെയും ശരീരത്തെയും നീ ശുദ്ധിയാക്കണമേ റഹ്മാനെ. അല്ലാഹു, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെവരെയും ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح.